കുറച്ച് ദിവസമായി എന്റെ കൈ തരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് അപമാനമായി ഇങ്ങനെ തുടരുത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ അത് ആരെക്കുറിച്ചായിരിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിലേക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരിക്കും. മറ്റാരുമല്ല, ഡോക്ടർ അരുൺകുമാറാണ്. എന്നെ പോലെ രാജ്യസ്നേഹവും പൗരബോധമുള്ള ഒരാൾ അനീതിക്കെതിരെ പ്രതികരിക്കുന്നത് തെറ്റാണോ സാറേ? ഒരല്പം ബോധം ഇയാളുടെ ഉള്ളിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഈ ബോധം തീരെ ഇല്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ രീതിയിൽ പിന്നെ ഇയാളുടെ വാർത്താ അവതരണം എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അല്പം ഓവറല്ലേന്ന് എനിക്കും തോന്നുന്നുണ്ടല്ലോ. വൈകാരികതയെ വിറ്റ് കാശാക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഒന്നല്ല, നിരവധി തവണ ഈ കേരള നാടിനെയും നാട്ടുകാരെയും വിഡ്ഢിയാക്കിയ ഒരു മാധ്യമപ്രവർത്തനമാണ് താങ്കൾ. താങ്കളുടെ വാചാലതയും താങ്കളുടെ മറ്റേ അവതരണവും പരിപാടിയൊക്കെ വെച്ച് ചാനലിന് റേറ്റിംഗ് കിട്ടും. പക്ഷേ സമൂഹത്തിന് അത് നല്ലതല്ല എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പൊ പ്രശ്നം അതല്ല. കഴിഞ്ഞ ദിവസം ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും സഖാവ് VS അച്യുതാനന്ദനെയും തമ്മിൽ അത് അവരുടെ മരണശേഷം നടന്ന യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. നിങ്ങൾ വല്ല യൂട്യൂബ് ചാനലും തുടങ്ങുക. നിങ്ങളും ആ മൈത്രേയനെയൊക്കെ പോലുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് ഈ നാടിനെ ഏത് രീതിയിൽ നശിപ്പിക്കാമോ അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളൊരു കോക്കസ് ഉണ്ടാക്കണം. എന്റെ ഗോവിന്ദ, നീയും കൂടി ഇവിടെ ഇല്ലെങ്കിൽ എന്റെ ഗതി എന്താ? ഈ നാടിനെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിക്കാൻ പറ്റുമോ നിങ്ങളുടെ കോക്കസിലൂടെ അങ്ങനെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കാണും. കാരണം ഇപ്പോൾ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആഹാരമുണ്ട്, പന്നികൾക്കും ആഹാരമുണ്ട്. പന്നികളുടെ ആഹാരം മലമാണ്. മരം നമുക്ക് മോശമാണെന്ന് കരുതി പന്നികൾക്കത് സ്വീകാര്യമാണല്ലോ. അതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ കേൾക്കാനും നിങ്ങളെ സ്വീകരിക്കാനും ഇവിടെ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടിയായിട്ട് തുടരാം. പക്ഷേ മാധ്യമ പ്രവർത്തകരെ അപമാനമായി താങ്കൾ ഇങ്ങനെ തുടരരുത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്തയില്ലായ്മ കാണിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്.